ഞാനിങ്ങനെ ഒരു ദിവസം വീടിൻ്റെ പുറത്ത് കൂടെ നടക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കൂട് കളഞ്ഞു കിട്ടി എനിക്ക്. ഏതോ ഒരു കുഞ്ഞിക്കിളിയുടെ കൂടാണ്. അത് കളഞ്ഞു കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്കൊരു DIY ചെയ്താലോ. DIY കുഞ്ഞിക്കിളിയും ഒറിജിനൽ കൂടും എങ്ങനെയുണ്ട്? അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ ആണ് കേട്ടോ. ഈ ക്ലേ എന്താണെന്നറിയില്ല, അത്ര സോഫ്റ്റായിട്ടൊന്നും കിട്ടണില്ല, നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ഒന്നും വരുന്നില്ല ഈ ക്ലേ. ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ്, പക്ഷെ എന്താണെന്നറിയില്ല. എന്തായാലും സാരമില്ല, നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് കിളിയുടെ മുട്ടയാണ്. കിളിക്കൂടാകുമ്പോൾ മുട്ടയും കൂടി വേണമല്ലോ. എന്നിട്ട് പിന്നെ നമുക്ക് കിളീനെ ഉണ്ടാക്കാം. അതും ഞാൻ ആ മണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ ചോദിക്കും, നിനക്ക് വേറൊരു പണിയില്ലേ? പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ആ കിളിക്കൂട് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ്. ശരി, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. പറഞ്ഞ് ഞാനിപ്പോൾ ഇതാ അതിനെ ഒരു കിളിയുടെ ഷേപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. കൊക്കും പിന്നെ കണ്ണും വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതും ക്ലേ കൊണ്ട് തന്നെയാണ് വെച്ച് കൊടുത്തത്. ഇനി ഒരു ചിറകും കൂടി വെച്ച് കൊടുത്താൽ നമ്മളുടെ കുഞ്ഞിക്കിളി റെഡിയാവും. ചിറക് വെച്ചിട്ട് ആ ചിറകിനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്യണം. ഇതുപോലെ ഫെദേഴ്സ് ഒന്ന് ഡീറ്റെയിലിങ് ചെയ്യണം. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കിളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ നമുക്ക് കൂടിലേക്ക് വെക്കാം. ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല, ഇത് ഡ്രൈ ആവണം. ഡ്രൈ ആയാലും എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇതിപ്പോൾ ഡ്രൈ ആവുന്നതിൻ്റെ മുന്നെയാണ് ഞാനത് മരത്തിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നത്. വീട്ടിലൊരു റംബൂട്ടാൻ്റെ മരമുണ്ട്, അതായി വരുന്നേ ഉള്ളൂ കേട്ടോ. ആ റംബൂട്ടാൻ്റെ മരത്തിലാണ് ഞാനിതിൻ്റെ കൂട് വെക്കാൻ പോണത്. നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. എന്തോ ഒരു കുറവുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു അത് ഡ്രൈ ആയിട്ട് പെയിൻറ്റ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും തോന്നുന്നു. ഈ കൂടും കിളിയും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബിലോ.